ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ പോയിക്കോ. അതൊന്നും ശരിയാവില്ല. തൽക്കാലം ഞങ്ങൾ പറയുന്നത് കേട്ട് താൻ അടങ്ങി ഒതുങ്ങി അവിടെ കിടന്നാ മതി. മുത്തശ്ശി വരുൺ ഇവിടെ ഇരിക്കുന്നത് അച്ഛനും അമ്മയും കണ്ട പ്രശ്നമാവും. നീ പോയി കിടന്നോ. അതെ മുത്തശ്ശി, അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. കൽപ്പനയോ പ്രിയങ്കയോ കാണുന്നത് പോലെയല്ല പത്മിനിയോ പരമേശ്വരനോ കാണുന്നത്. ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, എഴുന്നേറ്റ് പോ, ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണേ മുത്തശ്ശി. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കൂടെ ഇരുന്ന് പരിചരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവസ്ഥ എനിക്കറിയാലോ. താൻ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ പോകുന്നത്. ഉറക്കത്തിലെ അമ്മയെ വിളിച്ചു. പിന്നെ ആരോടൊക്കെയോ തെറ്റും മാപ്പും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നൊക്കെ തെറ്റ് തന്നെയല്ലേ മുത്തശ്ശി? തെറ്റ് തന്നെ, പൂർണ്ണമായിട്ടും തെറ്റ് തന്നെ. മോളെ, നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് വിട്ടുവീഴ്ചകളാവാം, വിട്ടുകൊടുക്കലും ആവാം. എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തില് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെയാ ചെയ്യേണ്ടത്. അത് മറ്റൊരാൾ ചെയ്യില്ല. നീ പറയുന്ന ന്യായങ്ങളൊക്കെ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിനുള്ളിലും വലിയൊരു സത്യമുണ്ട്. വരുൺ നിന്റെ കഴുത്തില് ചാർത്തിയ താലി, അത് കഴുത്തിലിട്ടുകൊണ്ട് അവനെ മറ്റൊരു പെണ്ണിന് വിട്ടുകൊടുക്കാൻ അതവൾ ആരായാലും നീ തയ്യാറാകുന്നു എന്ന് പറഞ്ഞ അത് നീ നിന്നെ തന്നെ ചതിക്കുക. എല്ലാം അറിഞ്ഞുകൊണ്ട് മുത്തശ്ശിക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും വേണം. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്ന ദിവസമാണ് മുത്തശ്ശി സ്വപ്നം കാണുന്നത്. അത് സ്വപ്നം മാത്ര. അത് യാഥാർത്ഥ്യമാവും ഉചിതമായ തീരുമാനം നീ എടുക്കുകയാണെങ്കിൽ. അല്ല, കുറെ കാലം കഴിഞ്ഞ് ആലോചിക്കുകയാണെങ്കിൽ അതിന്റെ നഷ്ടബോധം മാത്രമേ കാണൂ. നമ്മുടെ മുമ്പില് ചെറിയൊരു കാലയളവേ ഉള്ളൂ. അതിങ്ങനെ കണ്ണീര് മാത്രം കുടിച്ച് ജീവിച്ച് തീർക്കണമെന്നില്ല. അതിഷ്ടപ്പെട്ട രീതിയിൽ ചെലവഴിച്ച് തീർക്കാം. കരയേണ്ട മോളെ, ക്ഷീണമുണ്ട് മോക്ക്, കുറച്ചുകൂടി കിടന്നു. ഞാൻ ഇന്നിവിടെ തന്നെ നിൽക്കാം. എനിക്കങ്ങനെ വിട്ടുപോകാൻ പറ്റില്ലല്ലോ. നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ നിന്റെ ഭർത്താവ് പോയത്. മോളെ, കരയല്ലേ, വാ കിടന്നു. വിഷമിക്കണ്ട, എല്ലാം മാറും കുട്ടി. എല്ലാ വേദനയും ദൈവം തിരിച്ചെടുത്തോളും.